അപ്പോൾ അവനതൊരു 15 കിലോമീറ്റർ അപ്പുറം ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് കൊണ്ടുപോയില്ല, പുള്ളിക്കാരൻ തന്നെ അവിടെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും നോക്കാം. എവിടെയും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഹൈദരാബാദ് തന്നെ തിരിച്ചു പോകേണ്ടി വരും. നോക്കാം, നല്ലോണം വരട്ടെ. അടിപൊളി, ടെൻറ്റിലൊക്കെ വെള്ളം കയറി ഉള്ളിൽ. അപ്പോൾ എന്തായാലും വേറെ എവിടെ അടിക്കാനുള്ള പരിപാടി നോക്കണം, അല്ലെങ്കിൽ ഇതിലെന്തായാലും കിടക്കാൻ പറ്റില്ല, ഫുള്ള് നനഞ്ഞിക്കണം ഇപ്പോൾ. ഗുഡ് മോർണിംഗ്. അപ്പോൾ 5 ദിവസമായി ഞങ്ങൾ ഹൈദരാബാദിൽ, 4 ദിവസമായി ഈ റൂമിൽ. നമ്മളെ ദിനേശേട്ടല്ലേ, മൂപ്പര് അടിപൊളി കേട്ടോ. മൂപ്പര് നമ്മുടെ സ്വന്തം അനിയന്മാരായാലും നമ്മളെ നോക്കിയത്. 4 ദിവസം നല്ല അടിപൊളിയാണ് ഇവിടെ. ഇതെല്ലാം ഈ കോണ്ടാക്ട്സ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആദ്യമേ തീരുമാനിച്ച് വന്നതൊന്നുമല്ല. ഇതിപ്പോൾ തൊലഹത്തിൻ്റെ ഫ്രണ്ട് ഷമീം അളിയ വലിയ താങ്ക്സ് ഉണ്ട്, അവൻ വിളിച്ച് ഏർപ്പാടാക്കി തന്നാൽ ദിനേശേട്ടനെ. അപ്പോൾ ഇങ്ങനെ ഓരോ കോണ്ടാക്ട്സ് കിട്ടുന്നതിനെ കൊണ്ട് സുഖമാണ്. പിന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യം കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പം ഇവിടെ 5ാമത്തെ ദിവസത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പോവാണ്. ഇനിയിപ്പോൾ നിസാമാബാദ് റൂട്ട് പിടിക്കണം. ഇവിടുന്ന് ഒരു 170 കിലോമീറ്റർ ഉണ്ട് നിസാമാബാദ്. 2 ദിവസമോ കൊണ്ടെങ്ങാനും എത്തണം. അപ്പോൾ ഇതാ ലഗേജ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം, പോവാം. കഴിക്കാൻ നല്ല ഉപ്മാവും ഇഡ്ഡലിയൊക്കെ ഉണ്ട് കേട്ടോ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദിനേശേട്ടല്ലേ, ആ പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഹൈദരാബാദിൽ ആർക്കെങ്കിലും എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചാൽ മതി. പുള്ളിക്കാരൻ ഇവിടുത്തെ ഗൈഡാണല്ലോ. സൈക്കിൾ മോഡൽ സാധനമല്ലേ? അപ്പം എന്തായാലും നമ്മൾ ദിനേശേട്ടനെ വിട്ട് ഇവിടുന്ന് പോവാണ്. അപ്പൊ എന്തായാലും ഇവിടെ വിടണ്ട, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, കാരണം അവിടെ എത്തൂല. 5 ദിവസം റൂമും എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ രാമോജി എല്ലാം അടിപൊളി. അപ്പൊ നമുക്ക് ഇവിടുന്ന് വിടാം. ഓക്കെ, ബൈ. പഞ്ചർ അയക്കണമെങ്കിൽ പഞ്ചർ അടിച്ചിട്ട് പോവാ ബാക്കി. സമയം 1:30 മണി കഴിഞ്ഞ്. ഇപ്പോൾ ചോറ് കഴിക്കണം. ഒരു ഹോട്ടലിൽ നിർത്തിയാ, പോയി നോക്കാം. ഇപ്പോൾ കഴിക്കാൻ റൊട്ടിയും പനീരും ഉണ്ട്. എന്തായാലും അടുത്തൊരു പണിയും കൂടി കിട്ടി. കുറച്ച് സാധാ പണിയല്ല, കുറച്ച് ലെവൽ കൂടിപ്പോയി പണി. ഇത് കണ്ടില്ലേ, എവിടെ ഉള്ളതാ റിമ്മ അങ്ങോട്ട് പൊട്ടിപ്പോയി കണ്ടാ. അപ്പോൾ റിമ്മ് പൊട്ടി, ട്യൂബൊക്കെ പൊട്ടി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അവസ്ഥ നോക്കാം. എന്തായാലും
കൊല്ലത്തെ ആ വീലായിട്ട് പോയിക്കിന്. അവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരാൾ വണ്ടിയിൽ ഇറക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അത് വെക്കാം, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അടുത്ത പരിപാടി നോക്കണം. അപ്പോൾ അവിടെയും കിട്ടിയിട്ടില്ല, അത് വരുന്നുണ്ട്. എന്താ പറഞ്ഞേ? എവിടെ പോകണോ? അപ്പോൾ അവനതൊരു 15 കിലോമീറ്റർ അപ്പുറം ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് കൊണ്ടുപോയില്ല, പുള്ളിക്കാരൻ തന്നെ അവിടെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും നോക്കാം. ഇവിടെയും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഹൈദരാബാദ് തന്നെ തിരിച്ചു പോകേണ്ടി വരും. നോക്കാം, നിലവാൻ വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 15 കിലോമീറ്റർ പോകണമെന്ന്. അപ്പോൾ അവിടെ പോയിട്ടും അവന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ചേട്ടനെ കണ്ട്, അപ്പോൾ പുള്ളിക്കാരുടെ ഓട്ടോ ഒക്കെ വിളിച്ച് തന്നിട്ട് ആ അഡ്രസ്സൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും സുഖമായി, ഒന്ന് കയറി പോയി നോക്കട്ടെ, എന്നിട്ട് ബാക്കി അറിയാം. അവൻ ആ ഓട്ടോയിൽ കയറി പോയിക്കുന്നു. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു. എന്തായാലും അവൻ വരട്ടെ. സമയം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനവിടെ പോയിക്കണ്, സാധനമായിട്ട് വരണം. അത് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് പിന്നെ ഹൈദരാബാദ് പോകേണ്ടി വരും. 40 കിലോമീറ്റർ 45 കിലോമീറ്റർ ഷൗട്ട് ചെയ്ത് തിരിച്ചു പോകണം. എന്തായാലും അവൻ വരട്ടെ. അപ്പോൾ നമ്മളെ സാധനം എത്തിക്കണ്. കണ്ടില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, 2 കൊല്ലത്തിൻ്റെ അധികമായി ഇപ്പോൾ. ഇത് നോക്കി എമ്മാതിരില്ലേ, അല്ല അടിപൊളി സംഭവം കേട്ടോ വെച്ചത്. പുതിയത് പഴയതിൻ്റെ അവസ്ഥ പറയണ്ട. ഇനിയിപ്പോൾ ബാക്കിലത്തെ ടയറിന് എന്താണെന്ന് അറിയില്ല. എന്തായാലും കിട്ടി. ഞാൻ വിചാരിച്ച ഹൈദരാബാദ് പോകേണ്ടി വരുന്നു. ഒന്ന് കാണിക്കണ. ആ തിളങ്ങുണ്ടല്ലോ. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ടെൻഡ് ചെയ്യാനുള്ള പരിപാടി നോക്കണം. ഇപ്പോൾ തന്നെ ചിലവും കുറവാണ്. അപ്പോൾ സംഭവമൊക്കെ സെറ്റായി. തൽക്കാലം ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എന്തായാലും എത്ര കിട്ടുന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. പോലെടാ, ടെൻ്റ് അടിക്കാൻ സ്ഥലം നോക്കണം. എന്തായാലും രാത്രി ഇത്രയായി. ഇന്നത്തെ ആകെ 40 കിലോമീറ്റർ അന്ന് വന്ന്, 40-45 കിലോമീറ്റർ മാക്സിമം ഹൈദരാബാദ് വിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഹൈദരാബാദ് വരാണെങ്കിൽ ചായയും പിന്നെ ബിരിയാണിയും, ഹൈദരാബാദി ബിരിയാണിയും മറക്കാതൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹലീം, അത് ഈ റംസാൻ സീസണിൽ മാത്രം കിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ കഴിച്ച് ആ ഹോട്ടലിലുണ്ടായിരുന്നു. അപ്പോൾ റംസാൻ സീസണിൽ വന്നാൽ അതും കൂടി കഴിക്കാം. അപ്പം എന്നാൽ ഓക്കെ, അത് മറന്നു പോയതാ പറയാറ്. നമ്മൾ ടെൻ്റ് അടിക്കാത്ത സ്ഥലത്തേക്ക് പോട്ടെ. അപ്പം ഇന്ന് ആകെ 45 കിലോമീറ്റർ ചവിട്ടാൻ പറ്റിയിട്ടുള്ളൂ. സൈക്കിളിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ റിലയൻസ് പമ്പ് രാമേപള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞിരിക്കണ്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഇവിടെ കൂടാം. അപ്പം എന്നാൽ കിടന്ന് ഉറങ്ങല്ലേ? ഇവിടെ പെട്രോൾ പമ്പിലാട്ടോ ടെൻ്റ് അടിച്ച്. അപ്പം എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പം ടെൻ്റെല്ലാം മടിക്ക് നമുക്ക് യാത്ര തുടങ്ങാം. നല്ല ഉറക്കം ഉറങ്ങിട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷെ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പെട്രോൾ പമ്പിൻ്റെ ഈ കോമ്പൗണ്ട് ലൈൻ അടിച്ചത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം ഇനി എന്തായാലും ഒരു ചോളം കഴിച്ചിട്ട് തുടങ്ങാം. ബാക്കി വരിയിൽ മൊത്തം ചോളത്തിൻ്റെ ആളുകളാണ്. നല്ല മഴക്കാറുണ്ട്. എന്തായാലും നോക്കാം. ഓരോന്നും കഴിക്കല്ലേ, വിശക്കുന്നുണ്ട്. നേരത്തെ ചോളം കഴിച്ചതാ. അപ്പം എന്തായാലും ഇവിടെ സ്ഥലത്ത് നിർത്തിക്കണാണ്. നല്ല മുട്ടക്കറിയും റൊട്ടിയും. ഇനി അങ്ങോട്ട് പൊതുവെ റൊട്ടിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഹർമീന്ദർ സിംഗ്.
അപ്പം ഇന്നത്തെ ഫുഡ് നമുക്ക് ഹർമീന്ദർ സിംഗിൻ്റെ വകയാണ്. അപ്പം പുള്ളിക്കാരൻ വില ചോദിച്ചപ്പം പഞ്ചാബി ആണോ അതാ കണ്ടിട്ട് അതേ വയലൊക്കെ ഉണ്ട് എന്തായാലും. അപ്പം ഭയ്യ ബഹുത് താങ്ക്സ് आपकी सपोर्ट के लिए. ओके थैंक यू. फोटो है. ओके बाय बाय कर जाके इधर पूरा करके इधर पैक करके पूरा पगड़ी बनाते हैं. आपको फोटो लेके आना. ओके थैंक यू बाय. ओके थैंक यू. അപ്പോൾ ഹർമീന്ദർജീനോട് ബായൊക്കെ പറഞ്ഞത് ഇറങ്ങാണ്. നമ്മളിങ്ങനെ ഇവിടുന്ന് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര കാര്യം. പിന്നെ ഭക്ഷണത്തിൻ്റെ പൈസ ഒന്നും വാങ്ങിയില്ല, നല്ലോണം കഴിച്ചും ചെയ്തിട്ടുണ്ടോ. അപ്പം നാളെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനിയിപ്പോൾ നിസാമാബാദ് 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും എത്താൻ പറ്റുന്നുണ്ടാവില്ല, നാളെങ്കിൽ എത്തണം. പോവാ റൈഡ് തുടങ്ങാം. അപ്പോൾ മഴ പെയ്തിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കൂടുമോ ഇല്ലയെന്ന് അറിയില്ല മഴ, എന്തായാലും പോവാം. ഓക്കെ ബൈ. Happy journey. Okay, thank you. Okay. Okay. Okay, thank you. Okay, മമ്മി. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം നല്ല അടിപൊളി മഴ പിന്നെ വന്നിക്കണേ. എന്തായാലും ആ മഴ തന്നെ ചവിട്ടാൻ പറ്റും. ഓക്കെ. ഒരു പഞ്ചറും കൂടി ഇതാ അടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കി പോവാം. ഏകദേശമൊക്കെ സെറ്റായി. പിന്നെ നിസാമാബാദ് 70 കിലോമീറ്ററും കൂടി. ഇപ്പോൾ തന്നെ സമയം ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ പോയിട്ട് എവിടേക്ക് ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കാം, അല്ലെങ്കിൽ ആകെ സീനാവും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ റിലയൻസ് പമ്പിലേനു. ഇന്ന് സ്റ്റേ ചെയ്യാൻ സ്ഥലം കിട്ടിയത് നമുക്ക് ഭാരത് പെട്രോളത്തിൻ്റെ പമ്പിലാണ്. അപ്പോൾ ഇവിടെ ടെൻ്റ് ചെയ്യുക, ഇന്നിവിടെ കിടക്കുക. അപ്പോൾ ഓക്കെ നോക്കാം എന്താ അവസ്ഥ എന്ന്. രാത്രി ഇവിടെ ടെൻ്റ് ചെയ്യാൻ പറഞ്ഞ് ഒരു കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞു. ഫുഡ് കഴിക്കാൻ അവിടെ ദാബുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ കഴിച്ചിട്ടേ ഉള്ളൂ, വേണമെങ്കിൽ അവിടെ പോയി കഴിക്കാം. എന്തായാലും നോക്കാം. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചതിൻ്റെ ഉള്ളിൽ കയറിട്ടോ. ആ പുറത്ത് നല്ല മഴ, മിക്കവാറും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. എങ്ങാനും കയറുകയാണെങ്കിൽ മാറ്റി അങ്ങോട്ട് അടയ്ക്കേ, മാറ്റി അങ്ങോട്ട് ടെൻ്റ് അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം എന്താ ഇപ്പോൾ കാട്ടാൻ അറിയില്ല, എന്തായാലും നോക്കാം. അടിപൊളി, ടെൻറ്റിലൊക്കെ വെള്ളം കയറി ഉള്ളിൽ. അപ്പോൾ എന്തായാലും വേറെ എവിടെ അടിക്കാനുള്ള പരിപാടി നോക്കണം, അല്ലെങ്കിൽ ഇതിലെന്തായാലും കിടക്കാൻ പറ്റില്ല, ഫുള്ള് നനഞ്ഞിക്കണം. ഇപ്പോൾ അപ്പോൾ അങ്ങോട്ട് മാറ്റി അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം ഞങ്ങളിതാ ഇതിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ രാമറാവുജി പുള്ളിക്കാരൻ പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ കിടന്നോളാൻ. അപ്പോൾ ഞങ്ങൾ ആകെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണ്. ടെൻറ്റ് മടക്കി വെച്ചില്ല, അവിടെ തന്നെ ഉണ്ട്. പുറത്ത് നല്ല മഴ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളോട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു, അതുകൊണ്ട് സുഖമായിട്ടോ. അപ്പോൾ ഇവിടെ കിടക്കുക. അപ്പം എന്നാലും ഓക്കെ, ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ഓക്കെ പോലെ ഒരു മിനിറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിലേക്ക് ചെയ്തോളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയാം.